ഇവിടെ ഈ കടലിന്റെ നടുക്കായി ഈ പയ്യനും അവന്റെ അച്ഛനും താമസിക്കുന്നു. ഈ പയ്യന്റെ പെറ്റ്സുകൾ അത് ഷാർക്കുകളായിരുന്നു. ദിവസവും ഇവൻ ഷാർക്കുകൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സ്ഥലത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് ഇവർ താമസിച്ചിരുന്ന സ്ഥലം നശിച്ചു പോകുന്നു. ഈ പയ്യന്റെ അച്ഛൻ കാറ്റിനോടൊപ്പം മറ്റൊരു ദിശയിലേക്ക് ഒഴുകി പോകുന്നു. ഇത് കാരണം ഈ പയ്യൻ മാത്രം ഇപ്പോൾ ഒറ്റയ്ക്കായി. എന്നാൽ ഇവന്റെ പെറ്റ്സായ ഷാർക്കുകൾ വന്ന് ഇവനെ ഷാർക്കുകൾ താമസിക്കുന്ന ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഷാർക്കുകൾ ഈ പയ്യന് ഷാർക്കുകളെ പോലെ ആകാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഈ ഷാർക്കുകളുടെ ട്രെയിനിങ് കാരണം ഈ പയ്യനും ഷാർക്കുകളെ പോലെയായി മാറി. അങ്ങനെ ഒരു ദിവസം ഈ പയ്യൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ആദ്യമായി ഷാർക്ക് ബോയിയെ കാണുന്നത്. ഇവൻ ഈ ഷാർക്ക് ബോയിയെ ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവന്റെ വീട്ടിലെ ഫിഷ് ടാങ്കിൽ ഇടുന്നു. അപ്പോൾ ഇവന്റെ റൂമിൽ ഒരു വെളിച്ചം വന്നു. അത് എന്താണെന്ന് നോക്കിയപ്പോൾ അതൊരു ലാവാ ഗേളായിരുന്നു. അങ്ങനെ ഇവൻ ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഇവന്റെ ക്ലാസ്സിൽ പോയി പറയുന്നു. എന്നാൽ ഇത് കേട്ട ഇവന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇവൻ പറഞ്ഞത് തള്ളാണെന്ന് വിചാരിച്ച് അവരുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അത് വെച്ച് ഇവനെ എറിഞ്ഞു.